കോതമംഗലത്തെ ബി.ജെ.പി. ഓഫീസിന് മുന്നിൽ പെട്രോളുമായെത്തി ദമ്പതിമാരുടെ പ്രതിഷേധം. ചേലാട് സ്വദേശി ജോർജും കുടുംബവുമാണ് ബി.ജെ.പി. പ്രാദേശിക നേതാക്കൾ 10 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാരോപിച്ച് പ്രതിഷേധവുമായി എത്തിയത്. കോതമംഗലത്ത് ബി.ജെ.പി. പ്രാദേശിക നേതാക്കൾ പണം തട്ടിയെടുത്തു എന്ന ആരോപണവുമായി ദമ്പതിമാർ ബി.ജെ.പി. ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തി. കന്നാസിൽ പെട്രോളുമായി എത്തിയാണ് പ്രതിഷേധം നടത്തിയത്. മകനെ ഓൺലൈൻ കേസിൽ നിന്നും ഒഴിവാക്കിത്തരാമെന്ന് പറഞ്ഞാണ് 10 ലക്ഷം രൂപ പ്രാദേശിക നേതാക്കൾ തട്ടിയെടുത്തത് എന്നാണ് ദമ്പതിമാർ ആരോപിക്കുന്നത്. ചേലാട് സ്വദേശി ജോർജ്, ഭാര്യ, സഹോദരൻ എന്നിവരാണ് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഫോൺ വിളിച്ച് എന്റെ വീട്ടിലിരുന്ന് ഫോൺ വിളിച്ചിട്ട് എന്റെ മകൻ ഈ പോലീസ് ഓഫീസറുമായിട്ട് സംസാരിച്ചു. അതിനുശേഷമാണ് നമുക്കിത് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കാം. ജില്ലാ നേതൃത്വമുണ്ട്, മണ്ഡല നേതൃത്വമുണ്ട്. നമുക്കിവിടെ പറ്റിയില്ലെങ്കിൽ കാസർഗോഡ് നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതുമായിട്ട് മുമ്പോട്ട് പോയത്. അപ്പൊ ഈ പോലീസ് ഓഫീസർ പറയുന്ന അനുസരിച്ച് നമുക്ക് ഓരോ കേസിന്റെ കാര്യങ്ങൾക്കായി ഇവർക്ക് കൊടുക്കേണ്ടുന്ന പൈസ എന്ന നിലയിൽ കഴിഞ്ഞ ജൂൺ മുതൽ ഈ നവംബർ വരെയുള്ള കാലയളവിൽ എൻ്റെ കയ്യിൽ നിന്ന് 10,58,000 രൂപ ഈ പോലീസ് ഓഫീസർ പറഞ്ഞതിന് പ്രകാരം ഗൂഗിൾ പേ ആയിട്ടും നേരിട്ട് ക്യാഷ് ആയിട്ടും ബാങ്ക്, അതായത് സുനീഷിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടിലേക്കും ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു പരാതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ വിളിക്കുകയും ആ പരാതി ഞങ്ങൾ അവിടെ നേരിട്ട് പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇത്രയും പൈസ കൊടുത്തെങ്കിൽ പോലും ഈ പൈസ കൊടുത്തതിന് ഇവർ ആ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടോ ആ കേസുമായിട്ട് ബന്ധപ്പെട്ടോ ഇവർ അവിടെ ചെന്നിട്ടില്ല എന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അതനുസരിച്ച് പിന്നീട് ഞാനത് ഇദ്ദേഹം തന്നെ എനിക്ക് ചുമതലപ്പെടുത്തി തന്ന ഒരു അഡ്വക്കേറ്റ് മുഖേന ഞാൻ ആ കേസ് അവിടെ പോയി സ്വന്തം റിസ്കിൽ 5 ലക്ഷം രൂപ മുടക്കി നഷ്ടപ്പെട്ട ആളുടെ കയ്യിൽ നിന്ന് പൈസയും കൊടുത്ത് ഞാനത് പരിഹരിച്ച് കൊണ്ടുവന്നു. ജോർജിന്റെ കോളേജിൽ പഠിക്കുന്ന മകൻ ഒരു ഓൺലൈൻ കേസിൽ അകപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എത്തി മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. ജോർജിന്റെ സഹോദരൻ ബി.ജെ.പിയുമായി ബന്ധമുള്ള ആളാണ്. സഹോദരന്റെ നിർദ്ദേശപ്രകാരം ബി.ജെ.പിയുടെ പ്രാദേശിക നേതാക്കളെ കേസിൽ നിന്നും മകനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കാണുകയായിരുന്നു. ഇതേ തുടർന്ന് മണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണനും മറ്റൊരു പ്രാദേശിക നേതാവ് സുനീഷും ജോർജിന്റെ വീട്ടിലെത്തി കാണുകയും സഹായിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നതായി ജോർജ് പറയുന്നു. തുടർന്ന് പലതവണയായി 10 ലക്ഷത്തോളം രൂപ ജോർജിൽ നിന്നും ബി.ജെ.പി. നേതാക്കൾ കൈപ്പറ്റിയതായും പറയുന്നു. എന്നാൽ പണം നൽകിയതല്ലാതെ കേസുമായി ബന്ധപ്പെട്ട യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. പിന്നീട് ജോർജ് വീണ്ടും 5 ലക്ഷം രൂപ മുടക്കി മകനെ കേസിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. അതിനുശേഷം ജോർജ് പണം തിരികെ വേണമെന്ന പരാതിയുമായി ബി.ജെ.പി. നേതാക്കളെ കാണുകയും 10 ദിവസത്തിനകം പണം തിരികെ നൽകാമെന്ന് ഇവർ അറിയിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് നിരന്തരം ബി.ജെ.പി. ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും യാതൊരു തീരുമാനവും ഉണ്ടായില്ല. ഇപ്പോൾ ബി.ജെ.പി. നേതാക്കൾ വീട് കയറി ആക്രമിക്കും എന്ന ഭീഷണി ഉയർത്തുകയാണെന്നും ജോർജ് പറയുന്നു. മകന്റെ പേരിൽ ഇനി വേറെ കേസെടുക്കും, നിങ്ങളെ വീട് കയറി ആക്രമിക്കും എന്നുള്ള നിലയിൽ, RSSനെ കൊണ്ട് വീട് കയറി ആക്രമിക്കും എന്ന നിലയിലൊക്കെ ഇവരെന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. എനിക്ക് ജീവിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. സാമ്പത്തികമായ ഒരു മാസം എനിക്ക് 10-50,000 രൂപ ഇപ്പൊ പലിശ കൊടുക്കാനും ലോൺ അടയ്ക്കാനും ഒക്കെ ആയിട്ട് വേണ്ടി വരുന്ന സാഹചര്യം. അരി മേടിക്കാൻ പോലും നിർവാഹമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. നിക്കക്കളിയില്ല, എനിക്ക് വേറെ മാർഗമില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ജോർജ് പറയുന്നു. യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ബി.ജെ.പി. ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി ജോർജും കുടുംബവും എത്തിയത്. കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി ജോർജിനെയും കുടുംബത്തെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.